ഒരു സീരിയൽ കില്ലറെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആദ്യം വരുന്ന ചിത്രം എന്താണ്? രക്തം പുരണ്ട ഒരു ആയുധം, ഇരുണ്ട ഒരു ഇടവഴി, അതോ ഒരാളെ കൊല്ലാൻ ഉപയോഗിച്ച രീതിയോ? ഇതൊക്കെയും ഇത്തരം കേസുകളിൽ പുറത്തേക്ക് കാണാനാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. എന്നാൽ സീരിയൽ കില്ലർമാരെ ശാസ്ത്രീയമായിട്ട് പ്രൊഫൈൽ ചെയ്യുമ്പോൾ ക്രിമിനോളജിസ്റ്റുകൾ പരിഗണിക്കുക അവരുടെ മനസ്സിലും അവർ ചെയ്ത പ്രവൃത്തിയിലുമൊക്കെ അന്തർലീനമായിട്ടുള്ള വേറെ ചില സുപ്രധാന ഘടകങ്ങളെയാണ്. അത്തരത്തിലുള്ളൊരു വിശകലനത്തിലേക്കാണ് ഈ ലക്കം കഥാസ്കേപ്സിൽ നമ്മൾ കടക്കുന്നത്. നമുക്ക് മുന്നിലുള്ളത് വല്ലാത്തൊരു കഥയിലൂടെ നമ്മൾ ഇതിനകം തന്നെ പരിചയപ്പെട്ടിട്ടുള്ള 4 വ്യത്യസ്ത ടെസ്റ്റ് കേസുകളാണ്. ടെഡ് ബണ്ടി, ജെഫ്രി ഡാമർ, സോഡിയാക് കില്ലർ, ലീ ചുങ്-ജെ. ഈ 4 ക്രിമിനലുകളും ആക്റ്റീവായിരുന്നത് 4 വ്യത്യസ്ത കാലഘട്ടങ്ങളിലാണ്. ടെഡ് ബണ്ടി ആളെ കൊന്നത് 74 മുതൽ 78 വരെയാണ്. ജെഫ്രി ഡാമറുടെ കൊലകൾ നടന്നിട്ടുള്ളത് 78-നും 91-നും ഇടയ്ക്കാണ്. 68-നും 74-നും ഇടയ്ക്കാണ് സോഡിയാക് കില്ലർ ആക്റ്റീവായിരുന്നത് എന്ന് പറയപ്പെടുന്നു. ലീ ചുങ്-ജെയുടെ കാര്യത്തിൽ അത് 86-നും 91-നും ഇടയിലാണ് എന്നാണ് പോലീസ് റെക്കോർഡുകൾ സൂചിപ്പിക്കുന്നത്. ആദ്യത്തെ 3 പേരും ചെയ്ത കുറ്റകൃത്യങ്ങളുടെ ജൂറിസ്ഡിക്ഷൻ അമേരിക്കയിലെ തന്നെ വ്യത്യസ്ത സ്റ്റേറ്റുകളായിരുന്നുവെങ്കിൽ ലീ ചുങ്-ജെ ഭീതി പടർത്തിയത് ദക്ഷിണ കൊറിയയിലെ ഗ്യോൻഗി പ്രവിശ്യയിലെ ഹ്യോസെങ്ങിലാണ്. ഈ 4 പേരുടെയും ഡെത്ത് കൗണ്ടുകൾ താരതമ്യപ്പെടുത്തിയാൽ ടെഡ് ബണ്ടിയുടെ ഇരകൾ ഏതാണ്ട് 30ഓളം പേര് വരും. എല്ലാവരും സ്ത്രീകളാണ്. ജെഫ്രി ഡാമർ കൊന്നിട്ടുള്ളത് 17 പേരെയാണ്. അതിലെല്ലാവരും പുരുഷന്മാരാണ്. സോഡിയാക് കില്ലർ താൻ 37 പേരെ കൊന്നിട്ടുള്ളതായിട്ട് അവകാശപ്പെട്ടിട്ടുണ്ട് എങ്കിലും കൃത്യമായ രേഖകളുള്ളത് 5 കൊലപാതകങ്ങൾക്ക് മാത്രമാണ്. ഇരകളിൽ സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ ഒരുപോലെയുണ്ട്. ലീ ചുങ്-ജെ കൊന്ന 10 പേരും സ്ത്രീകൾ മാത്രമാണ്. 20കളിൽ എത്തി നിൽക്കുന്ന സുന്ദരികളായിട്ടുള്ള കോളേജ് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള വൈറ്റ് ഫീമെയിൽസിനെ മാത്രമായിരുന്നു ടെഡ് ബണ്ടിക്ക് താല്പര്യം. അതും നീണ്ട ചെമ്പൻ മുടി നടുക്ക് വകഞ്ഞെടുത്ത് 2 വശത്തേക്കും ഇട്ട് നടക്കുന്നവരെ മാത്രമാണ് ഇയാൾ ടാർഗറ്റ് ചെയ്തിരുന്നത്. തൻ്റെ മുൻകാല കാമുകിയുമായിട്ട് രൂപസാദൃശ്യമുള്ളവരെ മാത്രമായിരുന്നു ടെഡ് ബണ്ടി സത്യത്തിൽ ലക്ഷ്യമിട്ടിരുന്നത്. ഡാമറിലേക്ക് എത്തുമ്പോൾ അത് ബ്ലാക്ക് അല്ലെങ്കിൽ ഏഷ്യൻ ആയിട്ടുള്ള പുരുഷന്മാരായിരുന്നു. അതും 15-നും 30-നും ഇടയിൽ വയസ്സ് പ്രായമുള്ളവരെ മാത്രമാണ് ഇയാൾ ടാർഗറ്റ് ചെയ്തിരുന്നത്. സോഡിയാക് കില്ലറും ചെറുപ്പക്കാരെയാണ് ലക്ഷ്യം വെച്ചിരുന്നതെങ്കിലും അയാൾക്ക് ഇരകളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു റേഷ്യൽ പ്രിഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി ലീ ചുങ്-ജെയുടെ കൊലപാതകങ്ങൾ നോക്കുകയാണെങ്കിൽ അതൊക്കെ നടന്നിട്ടുള്ളത് ദക്ഷിണ കൊറിയയിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലായിരുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും കൊറിയൻ വംശജർ തന്നെയായിരുന്നു അയാളുടെ ഇരകൾ. പ്രായത്തിൻ്റെ കാര്യത്തിൽ പക്ഷേ ലീ ചുങ്-ജെക്ക് കാര്യമായിട്ടുള്ള ചാഞ്ചാട്ടമുണ്ട്. 13 വയസ്സുള്ള പെൺകുട്ടി മുതൽക്ക് 71 വയസ്സുള്ള അമ്മൂമ്മയെ വരെ ഇയാൾ വധിച്ചിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട പൊട്ടൻഷ്യൽ വിക്ടിമുകളെ ഇവരെങ്ങനെയാണ് തെരഞ്ഞുപിടിച്ചിരുന്നത്, എങ്ങനെയാണ് സമീപിച്ചിരുന്നത് എന്ന് നോക്കാം. ടെഡ് ബണ്ടി ഇരകളെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യുമായിരുന്നു. ശേഷം ഇല്ലാത്തൊരു പരിക്കുണ്ടെന്ന് കാണിച്ച് അവരുടെ മുന്നിലേക്ക് ചെല്ലും. കയ്യിലോ കാലിലോ ഇട്ടൊരു പ്ലാസ്റ്റർ, മുടന്തിക്കൊണ്ടുള്ള നടത്തം, തൻ്റെ ഫോക്സ് വാഗൺ കാറിനടുത്ത് കുറച്ച് സാധനങ്ങൾ എടുത്തു വയ്ക്കാൻ പാടുപെടുന്ന തികച്ചും നിസ്സഹായനായിട്ടുള്ളൊരു മനുഷ്യൻ. ഇതാണ് ഇയാളുടെ യൂഷ്വൽ ഡിക്കോയ്. ഇരകളെ സമീപിക്കാൻ ഇയാൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളും അങ്ങനെ തന്നെയാണ്. യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ, സ്കീ റിസോർട്ടുകൾ, പള്ളികളുടെ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ, അങ്ങനെ ആർക്കും ഭയമില്ലാത്ത ഇടങ്ങൾ. അവിടെ വെച്ച് ചിരിച്ചുകൊണ്ട് സഹായം ചോദിക്കുന്ന, ഒറ്റനോട്ടത്തിൽ സുമുഖനും അങ്ങേയറ്റം സൗമ്യ സ്വഭാവമായിട്ടുള്ള ഒരാളെ ആർക്കും തന്നെ ഭയം തോന്നില്ല. എന്നാൽ ജെഫ്രി ഡാമറുടെ കേസിലേക്ക് വരുമ്പോൾ അതൊരു കച്ചവടമായിരുന്നു. യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാത്ത തികച്ചും തണുപ്പൻ മറ്റുള്ള ചില വാഗ്ദാനങ്ങളാണ് ഇയാൾ കൊടുക്കുക. നിൻ്റെ കുറച്ച് ചിത്രങ്ങൾ എടുക്കാൻ നിന്നാൽ ഞാൻ പണം തരാം, അല്ലെങ്കിൽ എൻ്റെ മുറിയിലേക്ക് വരൂ, നമുക്ക് ഒന്നിച്ച് കുറച്ചു നേരം മദ്യപിക്കാം. ഇതൊക്കെയായിരുന്നു അയാൾ ഓഫർ ചെയ്തിരുന്നത്. ആരായിരുന്നു ഇതൊക്കെ കേട്ട് ഇയാളുടെ കൂടെ പോയത്? ഏതെങ്കിലും ഒരു സാധാരണ വൈകുന്നേരമായിരിക്കും. നഗരത്തിലെ തിരക്കേറിയ മോളുകളിലോ വെളിച്ചം കുറഞ്ഞ ഏതെങ്കിലും ബാറിൻ്റെ മൂലയിലോ ഒക്കെ ഒറ്റപ്പെട്ടു പോയ ചില മനുഷ്യർ, കയ്യിൽ പണമില്ലാതെ ബുദ്ധിമുട്ടുന്നവർ, അല്ലെങ്കിൽ അല്പനേരത്തേക്കെങ്കിലും ആരുടെയെങ്കിലും പരിഗണനയോ സ്നേഹമോ ഒക്കെ കൊതിച്ച് കാത്തിരുന്നവർ. അങ്ങനെയുള്ള ഒരാളുടെ മുന്നിലേക്ക് പുഞ്ചിരിയോടെ ഈ ഡാമർ നീട്ടുന്ന വാഗ്ദാനം അവർക്കതൊരു പിടിവള്ളിയാണെന്ന് തോന്നിയിരിക്കും. ആശ്വാസത്തോടെ യാതൊന്നും സംശയിക്കാതെ അവരപ്പോൾ അയാളൊപ്പം ചെല്ലുമായിരുന്നു. എന്നാൽ സോഡിയാക് കില്ലറിലേക്ക് വരുമ്പോൾ അവിടെ ഈ പറയുന്ന യാതൊരു ആമുഖങ്ങളുമില്ല. ഒരു ചിരി കൊണ്ടോ സ്നേഹപ്രകടനങ്ങൾ കൊണ്ടോ ഒന്നും അയാൾ ആരെയും വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചതുമില്ല. ഇരകൾക്ക് സുരക്ഷിതത്വം തോന്നാൻ വേണ്ടി ഒരു കൃത്രിമ സാഹചര്യം സൃഷ്ടിച്ചെടുക്കേണ്ട ആവശ്യം അയാൾക്ക് സത്യത്തിൽ ഫീൽ ചെയ്തിരുന്നില്ല. കാരണം തങ്ങൾ തികച്ചും സുരക്ഷിതരാണ് എന്ന് വിശ്വസിച്ചിരിക്കുന്ന മനുഷ്യരുടെ സ്വകാര്യതകളിലേക്ക് ശൂന്യതയിൽ നിന്നൊരു നിഴല് പോലെയാണ് അയാൾ ഇറങ്ങി വന്നിരുന്നത്. ഭയം തോന്നുന്ന ക്രോസ് ഹെയർ ചിഹ്നം പതിച്ച, സ്വന്തമായിട്ട് തുന്നിയുണ്ടാക്കിയ ഒരു കറുത്ത മുഖമൂടിയും ധരിച്ച് കയ്യിൽ ഇരകളെ വരിഞ്ഞു കെട്ടാൻ പാകത്തിൽ മുൻകൂട്ടി മുറിച്ചു വെച്ച കയറുകളും കൊണ്ട് അയാൾ അവർക്ക് നേരെ നടന്നു ചെല്ലുമായിരുന്നു. അവിടെ അനുനയങ്ങളില്ല, വിശ്വാസം പിടിച്ചു പറ്റാനുള്ള നാടകങ്ങളുമില്ല. താനൊരു ജയിൽ ചാടിയ കുറ്റവാളിയാണെന്നും തനിക്ക് വേണ്ടത് അവരുടെ പണവും കാറും മാത്രമാണ് എന്നും അയാൾ പറയുമെങ്കിലും ആ ഫേറ്റ്ഫുൾ എൻകൗണ്ടർ അവസാനിക്കുക ഇരകളുടെ അതിക്രൂരമായിട്ടുള്ള കൊലപാതകത്തിലാണ്. ഇനി ലീ ചുങ്-ജെയിലേക്ക് വരികയാണെങ്കിൽ മറ്റു 3 പേരെയും പോലെ ഇരയുമായിട്ടൊരു കൂടിക്കാഴ്ചയുടെ ആവശ്യമേ ലീ ചുങ്-ജെയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഇയാൾ ഇരയോട് സംസാരിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അയാളോടൊരു വാഗ്ദാനം ചെയ്യുന്ന പതിവും അയാൾക്കില്ല.
ഒരു കള്ളവും ഇയാൾ അവരോട് പരീക്ഷിക്കാറില്ല. ഹൊസെങ്കിലെ ആളൊഴിഞ്ഞ വഴികളിലൂടെ രാത്രിയിൽ ഇരുട്ടിൽ നടന്നു പോകുമ്പോൾ ഒരു നിഴല് പോലെ ഇയാൾ പിന്നാലെ വരും. ഇരകൾ പോലും അറിയാതെ അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തും. അതാണ് പതിവ്. ടെഡ് ബണ്ടി തൻ്റെ ഇരകളെ കീഴ്പ്പെടുത്തിയിരുന്നത് പലതരത്തിലാണ്. ചിലർ ശാരീരികമായിട്ട് ആക്രമിച്ച് കയ്യിൽ വിലങ്ങിട്ട് ബന്ധിച്ചു നിർത്തും, അല്ലെങ്കിൽ കെട്ടിയിടും. മറ്റു ചിലരെ തലക്കടിച്ചു വീഴ്ത്തും. അപൂർവം ചിലരെ ക്ലോറോഫോം ഉപയോഗിച്ച് ബോധം കെടുത്തിയും അയാൾ തൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ജെഫ്രി ഡാമറുടെ സ്ഥിരം രീതി ഉറക്ക ഗുളികകളോ മദ്യമോ ഒക്കെ ഉപയോഗിച്ച് ഇരകൾ അറിയാതെ അവരെ അബോധാവസ്ഥയിലേക്ക് കൊണ്ടുപോയ ശേഷം മാത്രം അവരെ ആക്രമിക്കുക എന്നതാണ്. സോഡിയാക് കില്ലറിൻ്റെ ആയുധം തോക്കും കത്തിയുമാണ്. ഇര ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ആക്രമിച്ച് കീഴടക്കുക എന്നതായിരുന്നു അയാളുടെ രീതി. ലീ ചുൻജെ സാധാരണ ടാർഗറ്റ് ചെയ്തിരുന്നത് തന്നെക്കാൾ കായികശേഷി കുറഞ്ഞ സ്ത്രീകളെയാണ്. അവർക്ക് മേൽ ചാടി വീണ് അവരെ കീഴടക്കിയ ശേഷം അവരുടെ തന്നെ വസ്ത്രഭാഗങ്ങൾ ഉപയോഗിച്ച് അവരെ ബന്ധനസ്ഥനാക്കി അവരെ ഉപദ്രവിക്കുക എന്നതായിരുന്നു ഇയാളുടെ സ്ഥിരം രീതി. ടെഡ് ബണ്ടിയുടെയും ജെഫ്രി ഡാമറുടെയും ലീ ചുൻജയുടെയും കേസിൽ പൊതുവായിട്ടുള്ളൊരു ഘടകം ഇവരുടെ മോട്ടീവുകളുടെ സമാനതയാണ്. ഇരകളെ ആക്രമിച്ചിരുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം അവരെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കുക എന്നതായിരുന്നു. ബണ്ടിയും ലീ ചുൻജയും സ്ത്രീകളെ മാത്രമാണ് ലക്ഷ്യം വെച്ചിരുന്നതെങ്കിൽ ഡാമറുടെ ലക്ഷ്യം ചെറുപ്പക്കാരായിട്ടുള്ള പുരുഷന്മാരായിരുന്നു. സോഡിയാക് കില്ലർ നടത്തിയിട്ടുള്ള ഒരു കൊലയിലും ഇങ്ങനെ ഒരു സെക്ഷൽ വയലൻസ് നടന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. ബണ്ടിയും ലീ ചുൻജയും സ്ത്രീകളെ ആദ്യം ആക്രമിക്കും, കൊല്ലും മുമ്പ് അവരെ റേപ്പ് ചെയ്യുമായിരുന്നു. ഡാമറും തൻ്റെ ഇരകളെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്തിരുന്നുവെങ്കിലും അയാൾ അവരെ ആദ്യം അവരറിയാതെ മയക്കുമരുന്ന് കലക്കിക്കൊടുത്ത് ബോധരഹിതരാക്കി കഴുത്തി ഞെരിച്ച് കൊന്നിട്ടേ സെക്ഷൽ അബ്യൂസിലേക്ക് കടന്നിരുന്നുള്ളൂ. ഡാമർ ചെയ്തിരുന്ന സെക്ഷൽ അബ്യൂസ് എല്ലായ്പ്പോഴും പോസ്റ്റ്മോർട്ടം നെക്രോഫീലിയ ആയിരുന്നു എന്നർത്ഥം. ഡാമർക്ക് മാത്രമല്ല ബണ്ടിക്കും ഇതുപോലെയുള്ള നെക്രോഫിലിക് ബിഹേവിയറുകൾ ഉണ്ടായിരുന്നതായിട്ട് പോലീസ് റിപ്പോർട്ടുകളിൽ പരാമർശങ്ങളുണ്ട്. ബണ്ടിയുടെ ബിഹേവിയർ സെക്ഷൽ സാഡിസം ആയിരുന്നുവെങ്കിൽ ഡാമർ കൃത്യമായിട്ടുള്ള പാരാഫീലിയ, പൊസഷൻ ഫാൻറ്റസി എന്നിവയുള്ള വ്യക്തിയാണ്. അതുപോലെ ലീ ചുൻജയുടേത് ക്ലാസിക് റേപ്പ് മർഡർ പാറ്റേണിൻ്റെ ഉദാഹരണമാണ്. ഈ സീരിയൽ കില്ലർമാരുടെ മറ്റൊരു പ്രത്യേകത അവരുടെ ട്രോഫി ഹണ്ടിങ് നേച്ചറാണ്. ടെഡ് ബണ്ടിക്ക് അത് കൃത്യമായിട്ടുണ്ടായിരുന്നു. ഇരകളുടെ തലകൾ അയാൾ ദിവസങ്ങളോളം സ്വന്തം മുറിയിൽ സൂക്ഷിച്ചിരുന്നു. ഒപ്പം അവരുടെ പേഴ്സണൽ ജ്വല്ലറി, അവരുടെ കയ്യിൽ നിന്ന് ശേഖരിച്ച മറ്റ് സാധനങ്ങൾ, ഇതൊക്കെയും ഇയാൾ കളയാതെ സൂക്ഷിക്കുമായിരുന്നു. ജെഫ്രി ഡാമറുടെ കേസിൽ തലയോട്ടികളും മറ്റ് അസ്ഥികളുമൊക്കെ സൂക്ഷിക്കുന്നതായിരുന്നു അയാളുടെ ശീലം. ഒരു ഇരയെ പിടികൂടിയാൽ കൊന്ന് കഷ്ണങ്ങളാക്കുന്നത് വരെ പല സ്റ്റേജുകളിലെ ഫോട്ടോഗ്രാഫുകളും അയാൾ എടുത്ത് സൂക്ഷിച്ചിരുന്നു. അതുപോലെ ഇരകളുടെ ആന്തരിക അവയവങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന പതിവും അയാൾക്കുണ്ടായിരുന്നു. സോഡിയാക് കില്ലറുടെ പതിവ് പരിപാടി പത്രങ്ങൾക്ക് കോഡഡ് ആയിട്ടുള്ള സൈഫറുകൾ, പസിലുകൾ അയച്ചുവിടലായിരുന്നു. ഇരകളുടെ ഉടുപ്പുകളും വാച്ചുകളുമൊക്കെ ഇയാൾ ഇങ്ങനെ പത്രങ്ങൾക്ക് പലപ്പോഴായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ലീ ചുൻജയുടെ കേസിൽ ഇങ്ങനെ ഒരു ട്രോഫി കീപ്പിംഗ് ഹാബിറ്റ് ഉള്ളതായിട്ട് എവിടെയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഈ 4 കേസുകളും ബോഡി ഡിസ്പോസ് ചെയ്യുന്ന രീതിയിലും പരസ്പരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ടെഡ് ബണ്ടി സ്ഥിരമായിട്ട് ഇരകളുടെ ശരീരാവശിഷ്ടങ്ങൾ കൊണ്ട് കളഞ്ഞിരുന്നത് ദൂരെ ഏതെങ്കിലും കാട്ടിലോ മലയിലോ ഒക്കെ ആയിരുന്നു. ചില കേസുകളിലെങ്കിലും അയാൾ ചില അവശിഷ്ടങ്ങൾ കുഴിച്ചിട്ടിട്ടൊക്കെ ഉണ്ട്. ജെഫ്രി ഡാമർ ചെയ്തിരുന്നത് ശരീരാവശിഷ്ടങ്ങൾ ആസിഡിൽ മുക്കി വെച്ച് ദ്രവിപ്പിക്കുകയാണ്. മാംസഭാഗങ്ങൾ ഇങ്ങനെ പൂർണ്ണമായിട്ട് നീക്കം ചെയ്ത എല്ലുകൾ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഫുഡ് വേസ്റ്റിൻ്റെ കൂടെയും ഇയാൾ ഒഴിവാക്കിയിരുന്നു. എന്നാൽ കൊല്ലുന്നവരുടെ മൃതദേഹങ്ങൾ ആരും കാണാതെ ഡിസ്പോസ് ചെയ്യുന്ന കാര്യത്തിൽ ഇങ്ങനൊരു പ്രത്യേക ശ്രദ്ധ സോഡിയാക് കില്ലറിൻ്റെ ഭാഗത്തുനിന്നോ ലീ ചുൻജയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിരുന്നില്ല. രണ്ടു കൂട്ടരും ആക്രമണം എവിടെ നടന്നോ അവിടെ തന്നെ ശരീരം ഉപേക്ഷിച്ചു പോകുന്ന സ്വഭാവക്കാരായിരുന്നു. ടെഡ് ബണ്ടിക്ക് പക്ഷേ പോസ്റ്റ്മോർട്ടം റിട്ടേണിംഗ് ബിഹേവിയർ കൂടി ഉണ്ടായിരുന്നു. അതായത് ഒരു ഇരയെ കൊന്ന് ശരീരഭാഗങ്ങൾ കൊണ്ട് തള്ളിയ ഡം സൈറ്റുകളിൽ ദിവസങ്ങളോ ആഴ്ചകളോ കഴിഞ്ഞ് വീണ്ടും അയാൾ പോയിരുന്നു. അവിടെ ചെന്ന ശേഷം ഇരകളുടെ അഴുകി തുടങ്ങിയ ശരീരഭാഗങ്ങളിൽ ഇയാൾ മേക്കപ്പ് ഇടുമായിരുന്നു. ഡാമർക്ക് ഉണ്ടായിരുന്നത് കാനിബലിസ്റ്റിക് നേച്ചറായിരുന്നു. കൊല്ലുന്ന ഇരകളുടെ ചില ശരീരഭാഗങ്ങൾ പാചകം ചെയ്ത് ഇയാൾ കഴിക്കുമായിരുന്നു. അതിലൂടെ ഈ ഇരകൾ തൻ്റെ ഉള്ളിൽ തുടരുമെന്ന് അയാൾ ധരിച്ചു. സോഡിയാക് കില്ലറിൻ്റെ ഒരു സിഗ്നേച്ചർ കൊലപാതകം നടത്താൻ പോകുമ്പോൾ ചില പ്രത്യേകതരം സെൽഫ് ഡിസൈൻ കോസ്റ്റ്യൂംസ് ധരിക്കുന്ന ശീലമായിരുന്നു. അതുപോലെ ലീ ചുൻജയുടെ പ്രത്യേകത സാധാരണ സെക്ഷൽ പ്രെഡേറ്റർമാരിൽ നിന്ന് വ്യത്യസ്തമായി ഇയാളുടെ വിക്ടിം ഏജ് റേഞ്ച് വളരെ വലുതായിരുന്നു എന്നുള്ളതാണ്. സാധാരണ ലൈംഗിക കുറ്റവാളികളെ ആക്രമിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഇരകൾ ഒരു പ്രത്യേക പ്രായക്കാർ മാത്രമാകും. എന്നാൽ ഇയാളുടെ കേസിൽ 13 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടി മുതൽ 71 വയസ്സുള്ള മുത്തശ്ശി വരെ ഇയാളുടെ കാമഭ്രാന്തനും കൊലവെറിക്കുമൊക്കെ ഇരയായിട്ടുണ്ട്. സീരിയൽ കില്ലേഴ്സിനെ വിശകലനം ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റൊരു മാനദണ്ഡം അവരുടെ കുറ്റവാസനയുടെ എസ്കലേഷൻ പാറ്റേൺ ആണ്. ടെഡ് ബണ്ടിയുടെ കാര്യത്തിൽ ഇത് വളരെ വേഗത്തിലാണ്. ഒളിഞ്ഞോട്ടം, കൊള്ളയടി എന്നിവയിലായിരുന്നു ഇയാളുടെ തുടക്കം. അടുത്ത ഘട്ടത്തിൽ അത് കായികമായിട്ടുള്ള ആക്രമണങ്ങളായി. പിന്നെ അത് ബലാത്സംഗത്തിലേക്കും കൊലപാതകത്തിലേക്കുമൊക്കെ വളരെ പെട്ടെന്ന് വളർന്നു. ജെഫ്രി ഡാമർക്കാണെങ്കിൽ ഇടയ്ക്കൊരു 9 വർഷത്തോളം നീണ്ട ഇടവേളയുണ്ടായിരുന്നു. സോഡിയാക് കില്ലറുടെ കേസിൽ എസ്കലേഷൻ പാറ്റേൺ ഡാറ്റ നമുക്ക് ലഭ്യമല്ല. ആകെയുള്ള തെളിവുകൾ ഇയാൾ അയച്ചിരുന്ന രഹസ്യ കോഡഡ് സന്ദേശങ്ങളിൽ ഇയാൾ പ്രകടിപ്പിച്ചിരുന്ന ബോൾഡ്നെസ് മാത്രമാണ്. ലീ ചുൻജയുടെ കേസ് നോക്കുകയാണെങ്കിൽ 5 വർഷത്തോളം ഇയാൾ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസിയിൽ തൻ്റെ അക്രമങ്ങൾ തുടർന്നുപോയി.
നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിൽ ഈ 4 പേരും 4 തരത്തിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ആക്റ്റീവ് ഫേസിൽ ടെഡ് ബണ്ടി ഒരിക്കൽ പോലും പോലീസിൻ്റെ 7 അയലത്തുകൂടെ പോയിട്ടില്ല. പിടിക്കപ്പെട്ടപ്പോൾ, അതായത് കേസ് വിചാരണയ്ക്ക് വന്നപ്പോൾ സ്വന്തം കേസ് അയാൾ സ്വയം ബാധിച്ചു. തുടക്കകാലത്ത് ഒരിക്കൽ പോലും അയാൾ ചെയ്ത കുറ്റം സമ്മതിച്ചിട്ടില്ല. നിരപരാധിയാണ് താൻ എന്നാണ് ആദ്യത്തെ കുറേ കാലം അയാൾ വാദിച്ചുകൊണ്ടിരുന്നത്. ഒടുവിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഇനി രക്ഷയില്ല എന്ന് തോന്നിയപ്പോൾ മാത്രമാണ് ഇയാൾ കുറ്റസമ്മതം നടത്താൻ തുടങ്ങിയത്. ജെഫ്രി ഡാമറും ആക്റ്റീവായിരുന്ന കാലത്തൊന്നും പോലീസിൻ്റെ 7 അയലത്തേക്ക് പോയിട്ടില്ല. പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെട്ട ആ നിമിഷം തൊട്ട് ഇയാൾ തൻ്റെ കുറ്റമൊക്കെ ഏറ്റുപറഞ്ഞ് അന്വേഷണത്തിനോട് പരിപൂർണ്ണ സഹകരണത്തിലായിരുന്നു. ഇക്കാര്യത്തിൽ ബണ്ടിയുടെയും ഡാമറിൻ്റെയും ഒക്കെ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു സോഡിയാക് കില്ലറുടേത്. ആക്റ്റീവായിരുന്ന കാലത്ത് തന്നെ പോലീസിനെയും പത്രങ്ങളെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് രഹസ്യ കോഡഡ് സൈഫറുകൾ ഇയാൾ പുറത്തുവിട്ടു. റേഡിയോ ടോക്ക് ഷോകളിലേക്ക് വിളിച്ച് ഇയാൾ നിരന്തരം സംസാരിച്ചു. എന്നാൽ ലീ ചുൻജെ തുടർച്ചയായി സ്ത്രീകളെ പിന്തുടർന്ന് വധിച്ചുകൊണ്ടിരുന്ന കാലം അത്രയും ഒരു കോണ്ടാക്റ്റും ആരുമായിട്ടും വെച്ചിരുന്നില്ല. എന്നു മാത്രമല്ല, 2019 ഉയർന്നു വന്ന DNA തെളിവ് അയാളുടെ കുറ്റം സംശയാതീതമായിട്ട് തെളിയിച്ചപ്പോൾ മാത്രമാണ് ഇയാൾ കുറ്റം സമ്മതിക്കുന്നത് പോലും. ഫോറൻസിക് അന്വേഷണ രീതികളെക്കുറിച്ചുള്ള അറിവും ഈ 4 പേരിലും 4 തരത്തിലായിരുന്നു. ടെഡ് ബണ്ടി ഫോറൻസിക് തെളിവുകളൊന്നും പിന്നിൽ വിട്ടിട്ട് പോകാതിരിക്കാൻ സവിശേഷ ശ്രദ്ധ വെച്ചിരുന്നു. ഡാമർ ഒരു സൈഡിലൂടെ മൃതദേഹങ്ങൾ ആസിഡിൽ മുക്കി വെച്ച് നശിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നുവെങ്കിലും അയാളുടെ അപ്പാർട്ട്മെൻറ്റിൽ ഇഷ്ടം പോലെ എവിഡൻസ് ഉണ്ടായിരുന്നു. സോഡിയാക് കില്ലർ ആണെങ്കിൽ ഗ്ലൗസൊക്കെ ഉപയോഗിച്ച് ഫോറൻസിക് തെളിവുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിച്ചുവെങ്കിലും പത്രങ്ങൾക്ക് അയച്ചിരുന്ന സൈഫറുകളുടെ കൈയക്ഷരം വളരെ ട്രേസബിൾ ആയിരുന്നു. എന്നാൽ ഈ ഒരു കാര്യത്തിൽ ഒരു മുൻകരുതലും ഇല്ലാതിരുന്ന കൊലയാളി ലീ ചുൻജെ ആയിരുന്നു. ആക്രമിച്ച എല്ലാ യുവതികളുടെ ദേഹത്തും അയാൾ തൻ്റെ ശുക്ലാവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചു പോയിരുന്നു. കാലടിപ്പാടുകൾ ഏതാണ്ട് എല്ലാ സീൻ ഓഫ് ക്രൈമിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏതാണ്ട് 34 വർഷങ്ങൾക്ക് ശേഷം അയാൾക്കെതിരെ മൊഴി നൽകാൻ വന്നതും ഒരു റാൻഡം DNA തെളിവ് തന്നെയായിരുന്നു. ഈ സീരിയൽ കില്ലേഴ്സിൻ്റെ കാര്യത്തിൽ പലപ്പോഴും ജനങ്ങൾക്ക് ഉണ്ടാകുന്നൊരു കൗതുകം അവർ ചെയ്ത ഹീനകൃത്യങ്ങൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടിയോ എന്നതാവും. ടെഡ് ബണ്ടി 1978 അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1989 ഫ്ലോറിഡയിൽ വെച്ച് അയാൾ വൈദ്യുത കസേരയിലേക്ക് പറഞ്ഞയക്കപ്പെട്ടു. 91 പിടിക്കപ്പെട്ട ജെഫ്രി ഡാമർ 94 ഒരു സഹതടവുകാരൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. സോഡിയാക് കില്ലറിനെ പിടിക്കാൻ പോലീസിന് ഒരു കാലത്തും സാധിച്ചിട്ടില്ല. ഈ കേസ് ഈ 2026 മാർച്ച് മാസത്തിലും ഓപ്പണായി തന്നെ തുടരുകയാണ്. ഇനി ലീ ചുൻജെയുടെ കാര്യം പറയുകയാണെങ്കിൽ മറ്റൊരു കുറ്റകൃത്യത്തിന് 2019 ജയിൽ ശിക്ഷ അനുഭവിക്കുമ്പോഴാണ് ലീ ചുൻജെക്കെതിരായിട്ടുള്ള DNA തെളിവുകൾ പുറത്തു വരുന്നത്. അതോടെ അതിലും കുറ്റസമ്മതം നടത്തിയ അയാൾ അതേ ജയിലിൽ തന്നെ ഇപ്പോഴും തുടരുകയാണ്. ഈ 4 കേസുകളിലെയും ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം ഈ കൊലപാതകികൾ നടത്തിയ അക്രമങ്ങളുടെ ഗ്രാഫിക് നേച്ചർ മാത്രമല്ല, അവ നടത്താൻ വേണ്ടി അവരെടുത്ത നീണ്ട കാലയളവ് കൂടിയാണ്. അതാത് നാടുകളിലെ നീതിന്യായ വ്യവസ്ഥകൾ സമയാസമയത്ത് ഉണർന്നു പ്രവർത്തിച്ചിരുന്നെങ്കിൽ എത്രയോ നേരത്തെ തന്നെ ഈ കുറ്റവാളികൾ പിടിക്കപ്പെടേണ്ടതായിരുന്നു. ആദ്യത്തെ ഇരയ്ക്ക് ശേഷമുള്ളവരെങ്കിലും രക്ഷപ്പെടേണ്ടതായിരുന്നു. പക്ഷേ അതുണ്ടാവുന്നില്ല. ടെഡ് ബണ്ടി ഈ കേസ് അന്വേഷിച്ച ഒരു ഡിറ്റക്റ്റീവിൻ്റെയും അന്വേഷണ മികവിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടതല്ല. ഒരു സാധാരണ റൂട്ടീൻ ട്രാഫിക് സ്റ്റോപ്പിനിടയ്ക്ക് വണ്ടിക്ക് കള്ള നമ്പർ പ്ലേറ്റ് ആയിരുന്നതിൻ്റെ പേരിൽ മാത്രം പോലീസ് പിടിയിലായതാണ് അയാൾ. ഡാമറിൻ്റെ കേസിൽ ഇയാളുടെ അയൽപക്കക്കാർ നിരവധി തവണ പോലീസിൽ വിളിച്ച് ഇയാളുടെ പേർക്ക് കംപ്ലയിൻറ്റ് ചെയ്തതാണ്. എന്നിട്ടും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അയാളുടെ ഒരു ഇരയെ പോലീസ് തന്നെ ഡാമറിന് കൊല്ലാൻ വേണ്ടി തിരികെ കൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സോഡിയാക് കില്ലർ ആണെങ്കിൽ ആക്റ്റീവായിരുന്ന കാലം അത്രയും കൊല ചെയ്തുകൊണ്ടേയിരുന്നു. പോലീസിനെയും നീതിന്യായ വ്യവസ്ഥയും പരസ്യമായിട്ട് കളിയാക്കി കൊണ്ടുവരുന്നു. എന്നിട്ടും പോലീസിന് ഇന്നുവരെ അയാൾ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ലീ ചുൻജെയുടെ കേസിലാണെങ്കിൽ അയാൾ 1980 മുതൽക്ക് റേപ്പ് ചെയ്ത് കൊല്ലുന്ന സ്ത്രീകളുടെ ദേഹത്ത് തൻ്റെ സെമൻ സാമ്പിൾ ഉപേക്ഷിച്ചിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ക്രിമിനലാണ്. സത്യം പറഞ്ഞാൽ അത് സ്വന്തം പേര് ഇരകളുടെ ദേഹത്ത് എഴുതി വെച്ചിട്ട് പോകുന്നതിന് തുല്യമാണ്. എന്നിട്ടും പിന്നിൽ വിട്ടുപോയ തെളിവിനെ വിശകലനം ചെയ്ത് കുറ്റവാളിയിലേക്ക് എത്താൻ വേണ്ട സാങ്കേതികവിദ്യ അന്ന് കണ്ടുപിടിക്കപ്പെടാതിരുന്നുകൊണ്ട് മാത്രം അയാൾ 33 വർഷക്കാലം സ്വതന്ത്രനായിട്ട് വിഹരിച്ചു. ഈ കേസുകളിലൊക്കെയും ആദ്യത്തെ ഇരയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ട ശേഷം പിന്നീട് നടന്നിട്ടുള്ള ഓരോ കൊലയും പോലീസിന് മുന്നിൽ അവർക്ക് ഇവരെ പിടിക്കാനുള്ള നഷ്ടപ്പെട്ട അവസരമായിരുന്നു. ഈ കുറ്റവാളികളൊക്കെ പിടിക്കാൻ വേണ്ട തെളിവുകൾ, അവരുടെ കുറ്റകൃത്യങ്ങളുടെ പാറ്റേണുകൾ, അല്ലെങ്കിൽ അവരുടെ മറച്ചുവെക്കാൻ പറ്റാത്ത ശീലങ്ങൾ എന്നിവയുടെ രൂപത്തിൽ മുന്നിൽ വന്ന് നിന്നിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ണിൽ ഒന്നുകിൽ അവ പെട്ടില്ല, അല്ലെങ്കിൽ ഈ പെട്ടവ തിരിച്ചറിയാനുള്ള ശേഷി ഈ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായില്ല. അതുതന്നെയാണ് ഇങ്ങനെ ഇഴകീറിയിട്ടുള്ള ഒരു വിശകലനത്തിൻ്റെയും പ്രസക്തി. സീരിയൽ കില്ലർമാരുടെ മോഡസ് ഓപ്പറാൻഡി, അവരുടെ സിഗ്നേച്ചറുകൾ, സെലക്ഷൻ ലോജിക്ക്, അവരുടെ സൈക്കോളജിക്കൽ കമ്പൽഷനുകൾ, ഇതൊക്കെയും ഓരോ കുറ്റവാളിക്കും വ്യത്യസ്തമായിരിക്കും. ഇവയുടെ അടിസ്ഥാനത്തിൽ ഓരോ കുറ്റവാളിയും മാപ്പ് ചെയ്യുകയാണെങ്കിൽ അത് പിന്നീട് അങ്ങോട്ടുള്ള പല പഠനങ്ങൾക്കുമുള്ള റെഫറൻസ് ആകും. ആധുനിക ക്രിമിനൽ ബിഹേവിയർ സയൻസ് യൂണിറ്റുകൾ ഈ മാപ്പിങ്ങിനെ ക്രിമിനൽ പ്രൊഫൈലിംഗ് എന്ന് വിളിക്കുന്നു. ഇങ്ങനെ താരതമ്യം ചെയ്ത് വിലയിരുത്താൻ ശ്രമിക്കുന്നത് ഈ സീരിയൽ കില്ലർമാരെ കൂടുതൽ അടുത്തറിയാൻ വേണ്ടിയല്ല, ചില പാറ്റേണുകളെ മനസ്സിലാക്കാനാണ്. ഭാവിയിൽ നടക്കാനിരിക്കുന്ന പല കുറ്റകൃത്യങ്ങളെയും തടയാൻ നമുക്ക് ഈ പാറ്റേണുകളെക്കുറിച്ചുള്ള അറിവ് സഹായകമാവും. അത്തരത്തിലുള്ള ശാസ്ത്രീയമായ രീതികളിലൂടെ കുറ്റവാളികളെക്കാൾ ഒരുപടി മുന്നിൽ ചിന്തിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ നമ്മുടെ തെരുവുകൾ കൂടുതൽ സുരക്ഷിതമാവൂ.